എല്ലാവർക്കും നമസ്കാരം. വാർത്താവിശേഷങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് കേരള കൗമുദി പത്രത്തില് ഒരു കൗതുക വാർത്തയുണ്ട്. അതായത് കൗമുദി സ്പെഷ്യൽ എന്നുള്ള ഒരു മുദ്രയോടെ ഇവിടെ ബായിയും ബഹനും മാത്രം എന്നാണ് ടൈറ്റില്. തലക്കെട്ടെന്താണ്? ഇവിടെ ബായിയും ബഹനും മാത്രം. അതായത് 1ാം ക്ലാസ്സിലെ 12 കുട്ടികളും അതിഥി തൊഴിലാളിയുടെ മക്കൾ. ഈ സ്റ്റോറി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കോഴിക്കോട് നഗരത്തിലെ ഒരു ഗവൺമെന്റ് LP സ്കൂളിൽ ഇത്തവണ 1ാം ക്ലാസ്സിലേക്ക് ചേർന്നത് ആകെ 12 കുട്ടികളാണ്. ഈ 12 പേരും അന്യസംസ്ഥാന തൊഴിലാളികളുടെ കുട്ടികളാണ്. ഒരു മലയാളി കുട്ടി പോലും ഈ ഗവൺമെന്റ് സ്കൂളിൽ ചേർന്നിട്ടില്ല. ഇതാണ് ഈ വാർത്തയുടെ ഒരു ആകെത്തുക കേട്ടോ. ഇത് KP സജീവന്റെ സ്റ്റോറിയാണ്. എന്നിട്ട് പറയുന്നു, LP സ്കൂളാണല്ലോ, 4ാം ക്ലാസ് വരെ ആകെ 34 കുട്ടികളാണ് ഈ സ്കൂളിലുള്ളത്. അതിൽ മലയാളികൾ ആകെ 3 പേർ. ഈ 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ ഉള്ള ഈ സ്കൂളിൽ ആകെ 3 മലയാളികളെ ഉള്ളൂ. ബാക്കിയുള്ളത് മുഴുവനും അന്യ സംസ്ഥാന തൊഴിലാളികളുടെ മക്കളാണ്. ഉത്തർപ്രദേശ്, ബംഗാൾ, ബീഹാർ എന്നിവിടങ്ങളിലെ അതിഥി തൊഴിലാളികളുടെ മക്കൾ. എന്നിട്ട് പറയുന്നു, അടച്ചുപൂട്ടലിന്റെ വക്കിലെത്തിയ ഈ സ്കൂളിനെ നിലനിർത്താനുള്ള അധ്യാപകരുടെ കൂട്ടയത്നമാണ് പിന്നിൽ. അപ്പൊ ഈ സ്കൂള് അടച്ചുപൂട്ടാൻ ഒരുങ്ങിയതായിരുന്നു. പക്ഷെ അധ്യാപകരെല്ലാം കൂടിയും ഈ സ്കൂളിലേക്ക് ഈ അതിഥി തൊഴിലാളികളുടെ ഈ പറഞ്ഞ എത്ര കുട്ടികളാണ്? 34ൽ 3 മലയാളി കുട്ടികൾ ഒഴിവായാൽ ബാക്കി 31 കുട്ടികളെ ഈ സ്കൂളിൽ പ്രവേശിപ്പിച്ചത്, അല്ലെങ്കിൽ ഈ കുട്ടികളെ ഈ സ്കൂളിലേക്ക് എങ്ങനെയെങ്കിലുമൊക്കെ കൊണ്ട് ചേർത്തിയത് ഇവിടുത്തെ അധ്യാപകരാണ്. കാരണം അല്ലെങ്കിൽ അധ്യാപകർക്ക് തൊഴിൽ നഷ്ടപ്പെടും. ഇതൊരു കൗതുക വാർത്ത എന്നുള്ള രീതിയിലാണ് ഈ പത്രം അവതരിപ്പിച്ചത്. പക്ഷെ യഥാർത്ഥത്തിൽ ഇതൊരു കൗതുക വാർത്തയല്ല. ഈ വാർത്തയുടെ ഒരു ആഴം, അല്ലെങ്കിൽ ഈ വാർത്ത നമ്മളോട് പറയുന്നത് എന്താണ്? കേരളത്തിലെ പൊതുവിദ്യാഭ്യാസത്തിന്റെ തകർച്ചയാണ്. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം തകർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ ഒരു സൂചനയാണ് ഈ KP സജീവന്റെ ഈ വാർത്ത. ഈ വാർത്ത യഥാർത്ഥത്തിൽ വളരെ രസകരമായിട്ട് അങ്ങനെയാണ് ഈ വാർത്ത അവതരിപ്പിച്ചത് കേട്ടോ. ഇതിന്റെ ഒരു ഗൗരവ സ്വഭാവം ഈ വാർത്തക്ക് വന്നിട്ടില്ല. ഈ വാർത്ത മുഴുവൻ വായിച്ചു കഴിയുമ്പോഴാണ് നമ്മുടെ മനസ്സിൽ മറ്റൊരു ചിത്രം ഉദിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ഈ സജീവൻ അവതരിപ്പിച്ച ഈ വാർത്ത ഇങ്ങനെയാണ്: നാടകാചാര്യൻ KT മുഹമ്മദ് അടക്കം കോഴിക്കോടിന്റെ നാടകാചാര്യൻ KT മുഹമ്മദ്, അല്ലെ? ഒരിക്കലും കോഴിക്കോട്ടുകാർ എന്നല്ല, കേരളത്തിലെ സാംസ്കാരിക പ്രവർത്തകരല്ല, മലയാളികൾ ആരും ഒരിക്കലും മലയാളികൾക്ക് മറക്കാനാവാത്ത പേരാണ് KT മുഹമ്മദിന്റേത്. KT മുഹമ്മദ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഇത് ഭൂമിയാണ് എന്ന് പറയുന്ന ആ നാടകത്തിന്റെ പേരാണ് ഓർമ്മ വരുന്നത് കേട്ടോ. അപ്പം ആ KT മുഹമ്മദ് പഠിച്ച സ്കൂളാണിത്. അതാണ് ഈ സ്കൂളിനെ അവതരിപ്പിക്കുന്നത്. അങ്ങനെയാണ് ഈ സ്കൂൾ എന്ന് പറഞ്ഞാൽ ഈ ലൊട്ടിലൊടുക്ക് സ്കൂളൊന്നും അല്ല. കോഴിക്കോട്ടെ പ്രമുഖനായ ഒരു വ്യക്തി പഠിച്ച സ്കൂളാണ് എന്നുള്ള രീതിയിലാണ് KP സജീവൻ ഈ വാർത്ത അവതരിപ്പിക്കുന്നത്. നാടകാചാര്യൻ KT മുഹമ്മദ് അടക്കം പ്രമുഖർ പഠിച്ച സ്കൂളാണിത്. 1ാം ക്ലാസ്സിലേക്ക് എത്തിയ 12 കുട്ടികളും അന്യ സംസ്ഥാനങ്ങളിലുള്ളവർ. പ്രവേശനോത്സവത്തിൽ പ്രഥമ അധ്യാപിക KP ദീപ്തി പറഞ്ഞു, മേരെ പ്യാരെ ബച്ചോ, ആജ് ഹമാരാ സ്കൂൾ के पहला दिन है, इधर आने हुए सभी बच्चों को मेरा हृदय भर हार्दिक स्वागत. ഹിന്ദി എനിക്ക് അറിയാത്തതുകൊണ്ടാണ്. അപ്പോൾ ഈ അവിടുത്തെ പ്രധാന അധ്യാപിക പ്രവേശനോത്സവത്തിൽ കുട്ടികളോട് സംസാരിച്ചത് ഹിന്ദിയിലാണ്. നോക്കണേ നമ്മളൊരു ഗതികേട്. ഇതൊരു കൗതുക വാർത്തയല്ലെന്ന് ഞാൻ പറയാനുള്ള കാരണം അതാണ്. കോഴിക്കോട് നഗരത്തിൽ KT മുഹമ്മദ് ഉൾപ്പെടെയുള്ള പ്രഗത്ഭർ പഠിച്ച ഒരു ഗവൺമെന്റ് സ്കൂൾ. ആ ഗവൺമെന്റ് സ്കൂളിന്റെ പേരെന്താണെന്ന് അറിയോ? കോഴിക്കോട് പാളയം ചിന്താവളപ്പിലെ. കോഴിക്കോട് പാളയം ചിന്താവളപ്പ് എന്ന് പറഞ്ഞാൽ കോഴിക്കോടിന്റെ നഗരഹൃദയമാണ്. മനസ്സിലാക്കണം നിങ്ങൾ. കോഴിക്കോട് പാളയം ചിന്താവളപ്പിലെ ഒരു നൂറ്റാണ്ട് പിന്നിട്ട, ശ്രദ്ധിക്കണേ, ഒരു നൂറ്റാണ്ട് പിന്നിട്ട വൈരായിക്കുളം ഗവൺമെന്റ് LP സ്കൂളിലെ കാഴ്ചയായിരുന്നു ഇത്. 1ാം ക്ലാസ്സിലേക്ക് ഇത്തവണ ആകെ വന്നത് 12 കുട്ടികൾ. 12ഉം അന്യസംസ്ഥാന കുട്ടികൾ. അവിടെ പ്രധാന അധ്യാപക കുട്ടികളെ ഹിന്ദിയിൽ വരവേൽക്കുകയാണ്. മേരെ പ്യാരെ ബച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട്. എങ്ങനെയുണ്ട്? എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇത് ഞാൻ പറയാൻ തന്നെ നിങ്ങൾക്കൊക്കെ അറിയാം. കാരണം നിങ്ങളുടെ ഒക്കെ വീട്ടിൽ നിങ്ങളുടെ മക്കളോ നിങ്ങളുടെ പേരക്കുട്ടികളോ ആയ കുട്ടികൾ ഉണ്ടാവും. ഈ കുട്ടികളെ എവിടെ ചേർത്താനാണ്
നിങ്ങൾ ആഗ്രഹിക്കുന്നത്? പറഞ്ഞാട്ടെ. ഈ കഴിഞ്ഞ 5 വർഷം അല്ലെ, കഴിഞ്ഞ 5 വർഷം വി ശിവൻകുട്ടിയായിരുന്നു നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി അല്ലെ. എന്തോ ഭയങ്കര എന്താ പറയാ വിപ്ലവകരമായ മാറ്റങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞത്. ഈ പൊതുവിദ്യാഭ്യാസ മേഖല ആകെ ഇങ്ങനെ നവീകരിച്ചു എന്നൊക്കെയാണ് വി ശിവൻകുട്ടിയും കാരണഭൂതവും ഒക്കെ നമ്മളോട് പറഞ്ഞത്. ഇതൊക്കെ ചെയ്തിട്ടാണ് ഇപ്പം എനിക്ക് ശിവൻകുട്ടിയോട് ചോദിക്കാനുള്ളത് ഇതാണ്. അതായത് കോഴിക്കോട് ടൗണിന്റെ ഹൃദയഭാഗത്തുള്ള വൈരാഗിക്കുളം ഈ ഗവൺമെന്റ് LP സ്കൂളിൽ എന്തേ ഒരു മലയാളി കുട്ടി പോലും പോകാഞ്ഞത്? എന്താ പോകാഞ്ഞത്? അവിടെ പഠിക്കുന്ന 34 കുട്ടികളിൽ 31 കുട്ടികളും അന്യ സംസ്ഥാന തൊഴിലാളികളുടെ മക്കളായത് എന്തുകൊണ്ടാണ്? കാരണം മലയാളികൾക്ക് ഗവൺമെന്റ് സ്കൂൾ വേണ്ട, മലയാളികൾക്ക് ശിവൻകുട്ടിയുടെ സ്കൂൾ വേണ്ടാന്നേ. കാരണം ആ രീതിയിലാണ് സ്കൂളിനെ തകർത്ത് കളഞ്ഞത്. ഇത് CPM മാത്രം ഒരു എന്താ പറയാ നിറകെട്ട പണിയാണെന്നൊന്നും അല്ലട്ടോ ഞാൻ പറയുന്നത്. അത് അങ്ങനെ ആ രീതിയിൽ നിങ്ങൾ കാണരുത്. കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായി ഇത് പിണറായി വിജയൻ സർക്കാരിനെ മാത്രമായിട്ടല്ല ഞാൻ കുറ്റപ്പെടുത്തുന്നത്. കാലാകാലങ്ങളായി ഇവിടെ ഭരിച്ചു പോകുന്ന വ്യത്യസ്തങ്ങളായ മുന്നണികൾ അവസാനം കൊണ്ടെത്തിച്ചത് എന്താണ്? നമ്മുടെ സർക്കാർ സ്കൂളുകള് കുട്ടികൾ പഠിക്കാത്ത സ്കൂളായി. പിന്നെ ആരാ ഈ സ്കൂളിൽ പോകുന്നത്? ഈ സ്കൂളിൽ പോകുന്നത് അത്രയും ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത സാധാരണക്കാരിൽ സാധാരണക്കാരായ നിത്യ പട്ടിണിക്കാരായ ജീവിതം മുന്നോട്ട് എങ്ങനെയാണ് ഓരോ ദിവസവും തള്ളി നീക്കുന്നത് എന്ന് അറിയാത്ത ജീവിക്കാൻ പാടുപെടുന്ന ദിവസക്കൂലിക്കാരായ പാവപ്പെട്ടവർ മാത്രം പഠിക്കുന്ന സ്കൂളായി നമ്മുടെ സർക്കാർ സ്കൂളുകൾ മാറുകയാണ്. ഈ സർക്കാർ സ്കൂളിലെ അധ്യാപകരെ തീറ്റിപ്പോറ്റാനാണ് നമ്മുടെയൊക്കെ പൈസ ചെലവാക്കുന്നത് അല്ലേ? നമ്മുടെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തിട്ടാണ് ഈ പറയുന്ന അധ്യാപകർക്കൊക്കെ ശമ്പളം കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ് അവിടെ കുട്ടികളെ ചേർക്കാത്തത്? ഇപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ എന്റെ വീടിന്റെ തൊട്ട് മുന്നിലാണെന്ന് തന്നെ പറയാം. ഏതാണ്ട് ഒരു 100-150 മീറ്റർ അകലെയാണ്. അതായത് ഈ റോഡിന്റെ തൊട്ടപ്പുറത്താണ് ചെറുവണ്ണൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സർക്കാർ സ്കൂളാണിത്, ഹയർ സെക്കൻഡറി സ്കൂളാണ്. ഈ സ്കൂളിന്റെ തൊട്ടു മുന്നിലുള്ള ബസ് സ്റ്റോപ്പിൽ നിരവധി CBSE സ്കൂളുകളുടെ അല്ലെങ്കിൽ മറ്റ് എന്താ പറയാ അൺഎയ്ഡഡ് സ്കൂളുകളുടെ വാഹനങ്ങൾ വന്ന് നിൽക്കുകയും ആ വാഹനങ്ങളിൽ കുട്ടികൾ കയറിപ്പോവുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ തങ്ങളുടെ വീട്ടുമുറ്റത്തുള്ള സ്കൂൾ ഇവർക്കാർക്കും വേണ്ട. അതിന് പകരം അവര് ആ സ്കൂളിന്റെ, അതായത് തങ്ങളുടെ മുന്നിലുള്ള സ്കൂളിന്റെ മുന്നിലുള്ള ബസ് സ്റ്റോപ്പിൽ രക്ഷിതാക്കൾ കുട്ടികളെയും കൊണ്ട് കാത്തു നിൽക്കുകയാണ്. ആ റോഡൊന്ന് ക്രോസ് ചെയ്താൽ ഗവൺമെന്റ് സ്കൂളായി. ഒരു പൈസയും കൊടുക്കാതെ അവിടെ നിങ്ങളെ കുട്ടികളെ പഠിപ്പിക്കാം. അതിന് പകരം വണ്ടിക്കാശ് കൊടുത്ത് എന്താ പറയാ ഭീമമായ സ്കൂൾ ഫീസ് കൊടുത്ത് കുട്ടികളെ 10, 20, 30 കിലോമീറ്റർ അകലെയുള്ള അൺഎയ്ഡഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക്, CBSE സ്കൂളുകളിലേക്ക് ഇവര് ഈ വണ്ടികൾ കയറ്റിവിടുകയാണ്. ഇത് കേരളത്തിലെ ഏറ്റവും വലിയ അപഹാസ്യമായ കേരളത്തിന്റെ ഒരു ചിത്രമാണ്. ഇത് ഒരു കൗതുക വാർത്തയല്ല. ഇത് ഏറ്റവും സീരിയസ് ആയ, ഏറ്റവും ഗൗരവമായി നമ്മൾ കാണേണ്ട ഒരു വാർത്തയാണ്. ആരെയാണ് നമ്മൾ ഇതിൽ കുറ്റപ്പെടുത്തേണ്ടത്? ആദ്യം കുറ്റപ്പെടുത്തേണ്ടത് ഈ സ്കൂളിലെ അധ്യാപകരെയാണ്. ഗവൺമെന്റ് സ്കൂളുകളിലെ അധ്യാപകർ ഇവര് എന്താ പറയാ സംഘടനാ പ്രവർത്തനവും സമരം ചെയ്യലും അല്ലെങ്കിൽ ഇവരുടെ എന്താ പറയാ ഇവരുടെ ശമ്പള വർധന, ഇവരുടെ DA, ഇവരുടെ പെൻഷൻ തുടങ്ങിയ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുകയും കുട്ടികളെ വേണ്ട പോലെ ഇവർ പഠിപ്പിക്കുന്നത്. കാരണം നല്ല വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആൾക്കാരാണ് സർക്കാർ സ്കൂളുകളിലുള്ളത്. നേരെ മറിച്ച് ഈ അൺഎയ്ഡഡ് സ്കൂളുകളിൽ വളരെ തുച്ഛമായ ശമ്പളത്തിൽ നിയമിക്കപ്പെടുന്ന അധ്യാപകർക്ക് ആവശ്യമായ വിദ്യാഭ്യാസ യോഗ്യത പോലും ഇല്ല. പക്ഷെ അവിടേക്കാണ് കുട്ടികളെ വിടുന്നത്. കാരണം രക്ഷിതാക്കൾ അറിയാം അവിടെ പോയി പഠിപ്പിച്ചാലേ തങ്ങളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കിട്ടൂ. കാരണം അവിടെ പഠിപ്പിക്കും. ഈ അവിടുത്തെ അധ്യാപകർക്ക് അത്യാവശ്യം നിലവാരം കുറഞ്ഞാലും, ഞാൻ മൊത്തം അധ്യാപകരെ ആക്ഷേപിക്കുകയല്ല കേട്ടോ. കാരണം അൺഎയ്ഡഡ് സ്കൂളുകളിലും മറ്റ് CBSE സ്കൂളിലും ഒക്കെ നല്ല നിലവാരമുള്ള ഏറ്റവും മിടുക്കന്മാരായ അധ്യാപകരും അധ്യാപികമാരും ഒക്കെയുണ്ട്. അതൊന്നും ഞാൻ വില കുറച്ച് കാണിക്കുന്നില്ല. അതേസമയം തന്നെ അത്രക്കൊന്നും മെച്ചമല്ലാത്ത അൺഎയ്ഡഡ് സ്കൂളുകളിൽ പോലും കുട്ടികളെ വിടാൻ കാരണം അവിടെ ചിട്ടയായ പഠനമാണ്. സമരങ്ങളില്ല,
കുട്ടികൾ ഇങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് പോകുന്നത്. ഇപ്പൊ രക്ഷിതാക്കളുടെ ഏറ്റവും വലിയ പേടി എന്ന് പറഞ്ഞാൽ സ്കൂളിൽ ചേർത്തി കഴിഞ്ഞാൽ, ഇത് ഇന്ന് ഏതോ ഒരു സോഷ്യൽ മീഡിയ ഇതിൽ കണ്ടു, ഒരു LP സ്കൂളിന്റെ മുന്നിൽ ചെഗുവേരന്റെ പടക്കം വെച്ചിട്ട്, ഒരു LP സ്കൂളാണ്, ആ LP സ്കൂളിന്റെ മുന്നിൽ വലിയൊരു ബാനർ, SFIയുടെ ബാനർ, ചെഗുവേരയുടെ പടം വെച്ചിട്ട്, വരൂ വിപ്ലവം ജയിക്കട്ടെ, ഞങ്ങളുടെ സംഘടനയിൽ അണിചേരൂ, നമ്മൾക്ക് പൊരുതാം, ഈ 1ാം ക്ലാസ്സിലേക്ക് വരുന്ന കുട്ടികളുടെ മുന്നിൽ ചെഗുവേര, എന്നിട്ട് പറയാണ് വരൂ വിപ്ലവം നടത്താം. ആര് ഇമാതിരി കുറെ സാധനങ്ങളുണ്ടല്ലോ, ശിവപ്രസാദ് മാതിരി, അല്ലെങ്കിൽ ഈ ഞാൻ പേരെടുത്ത് പറയുന്നില്ല ഓരോരോ SFI നേതാക്കന്മാരുടെ. അപ്പൊ ഈ SFI കുട്ടികളെ ആളെ പിടിക്കാൻ വേണ്ടിയിട്ട് LP സ്കൂൾ മുതൽ തുടങ്ങിയാണ്, 1ാം ക്ലാസ് മുതൽ ഇവർക്ക് ആളെ പിടിക്കാൻ വേണ്ടി തുടങ്ങിയാണ്. പക്ഷേ ഈ പറയുന്ന CBSE സ്കൂളിലേക്കും അല്ലെങ്കിൽ ഈ അൺഎയ്ഡഡ് സ്കൂളിലേക്കൊന്നും ഇമാതിരി മുതലുകളെ കയറ്റില്ല, ഇമാതിരി SFI കുട്ടികളെ പഠിക്കുന്ന ആൾക്കാരൊന്നും കയറ്റില്ല. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾക്ക് താല്പര്യം അവിടെ പഠിപ്പിക്കാനാണ്. കാരണം അവിടെ ഒരു ശ്രദ്ധയുണ്ടാവും കുട്ടികളുടെ കാര്യത്തിൽ. പ്രത്യേകിച്ച് രക്ഷിതാക്കളുടെ ഏറ്റവും വലിയ ആകുലത എന്ന് പറഞ്ഞാൽ കുട്ടികളെ ഈ പറയുന്ന SFIയുടെ പിടിയിൽപ്പെടാതെ, SFIക്കാരുടെ പിടിയിൽപ്പെടാതെ കുട്ടികളെ പഠിപ്പിക്കണം. രണ്ടാമത്തത് മയക്കുമരുന്ന് ലോബിയുടെ കയ്യിൽപ്പെടാതെ, മയക്കുമരുന്ന് മാഫിയുടെ കയ്യിൽപ്പെടാതെ കുട്ടികളെ പഠിപ്പിക്കണം. ഇത് രണ്ടും കഴിഞ്ഞിട്ടേ അവർക്ക് വിദ്യാഭ്യാസമുള്ളൂ. അത് ഏതൊരു രക്ഷിതാവാണെങ്കിലും നിങ്ങളാണെങ്കിലും ഇങ്ങനെ കരുതുള്ളൂ. നിങ്ങളുടെ കുട്ടിയെ ഒരു സ്കൂളിൽ ചേർത്താണെങ്കിൽ നിങ്ങളുടെ ആദ്യത്തെ നിങ്ങളുടെ ആകുലത എന്ന് പറഞ്ഞാൽ ഈ കുട്ടി ഒരു SFIയിൽ പോയി ചേരരുത്. ചേർന്ന് കഴിഞ്ഞാൽ തീർന്നു ഇല്ലേ? ഇപ്പം കണ്ടില്ലേ കുറെ എണ്ണം ഉണ്ടത് നിന്നത്. മുഖ്യമന്ത്രിയുടെ മോളെ ആ കൊള്ള നടത്തിയത് എന്താ പറയാ, അത് സംരക്ഷിക്കാൻ പോയതാണ്. മുഖ്യമന്ത്രിയുടെ മോൾക്ക് പ്രശ്നമൊന്നുമില്ല. മുഖ്യമന്ത്രിയുടെ മോള് നല്ല AC റൂമിൽ കിടന്നുറങ്ങുന്നു. പക്ഷെ വീണയെ രക്ഷിക്കാൻ വേണ്ടി പോയ, ഇടിക്കട്ടയുമായി പോയ, അല്ലെങ്കിൽ ഇഷ്ടികയുമായി പോയ, ചീമുട്ടയുമായി പോയ നേതാക്കന്മാർ മുഴുവനും ജയിലിലേക്ക് പോവുകയാണ്, റിമാൻഡിലാണ്. 26 എണ്ണം, ഇതാ 300 എണ്ണം വരാനിരിക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള അപകടകരമായ സ്ഥിതി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് രക്ഷിതാക്കളെ എങ്ങനെയെങ്കിലും സർക്കാർ സ്കൂളിൽ നിന്ന് കുട്ടികളെ അവരുടെ വീടിന്റെ മുറ്റത്താണെങ്കിലും 10 പൈസ ചെലവില്ലാതെ അവിടെ പഠിപ്പിക്കാം. ശിവൻകുട്ടി പറഞ്ഞ മാതിരി ഇവിടെ വരുന്ന വിദേശികളൊക്കെ എന്താ പറയാ 5 സ്റ്റാർ ഹോട്ടലാണ് എന്ന് കരുതിയിട്ട് സ്കൂളിലേക്ക് കയറിപ്പോയിന്ന്. അമ്മാതിരി ഭയങ്കര പോഷ് സ്റ്റൈലുള്ള കെട്ടിടങ്ങളൊക്കെയാണ്. അതിലൊന്നും ഒരു തകരാറില്ല. നല്ല കെട്ടിടങ്ങളിലാണ് കുട്ടികളെ പഠിക്കുന്നത്. അവിടെ പഠിപ്പിക്കണ്ടേ? പഠിപ്പിച്ച മാത്രം മതിയോ? അവരുടെ സ്വഭാവ രൂപീകരണം നോക്കണ്ടേ? അല്ലേ? കുട്ടികളെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുന്നതോടൊപ്പം അവരുടെ സ്വഭാവ രൂപീകരണം നോക്കണം. അപ്പൊ രക്ഷിതാക്കൾ എന്തുകൊണ്ട് കുട്ടികളെ സർക്കാർ സ്കൂളിൽ അയക്കുന്നില്ല? കാരണം അവർക്ക് പേടിയാണ്. കുട്ടികൾ ഈ വിദ്യാർത്ഥി സംഘടനകളിലേക്ക് കുട്ടികൾ പോകും, അല്ലെങ്കിൽ വിദ്യാർത്ഥി സംഘടനകൾ കുട്ടികളെ വലവീശി പിടിക്കും. അതോടുകൂടി കുട്ടികളുടെ ഭാവി പോയി. വേറൊന്നും ഈ നേതാക്കന്മാരുടെ മക്കളാരും കുട്ടികളെ സർക്കാർ സ്കൂളിൽ പഠിപ്പിക്കുന്നില്ല എന്ന് നമ്മുടെ VD സതീശൻ, നമ്മളെല്ലാവരും മനസ്സിലാക്കിയതല്ലേ, VD സതീശൻ പിണറായി വിജയന്റെ വീട്ടിൽ പോകുന്നു. എപ്പോഴാണ്? ഈ അധികാരമേറ്റയുടനെ, അതായത് UDF സർക്കാർ അധികാരമേറ്റയുടനെ VD സതീശൻ പിണറായിയെ കാണാൻ പോവുകയാണ്. ഔപചാരികമായ ഒരു സന്ദർശനം, മുൻ മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് പോകുന്നു. അപ്പോഴാണ് പേരക്കുട്ടി വീണയുടെ മകനെ കണ്ടപ്പോ സാധാരണ കുട്ടികൾ ചോദിക്കല്ലോ, മോൻ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? അപ്പൊ 10ാം ക്ലാസ്സില്. അപ്പൊ സതീശനാണ് ചോദിക്കാണ്, CBSE ആയിരിക്കല്ലേ? CBSE എന്ന് പറഞ്ഞ പിണറായി വിജയന്റെ പേരക്കുട്ടിയെ പഠിപ്പിക്കുന്നത് സർക്കാർ സ്കൂളിലല്ല, CBSE സ്കൂളിലാണ്. അതായത് പിണറായി വിജയൻ പറയുന്നു മറ്റേ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടു, പക്ഷെ അത് ഫണ്ട് കിട്ടാൻ വേണ്ടി ഒപ്പിട്ടതാണ് ശിവൻകുട്ടി പറഞ്ഞത്. അതായത് PM ശ്രീ പദ്ധതിയിൽ അംഗമാവില്ല, അല്ലെങ്കിൽ PM ശ്രീ പദ്ധതിയിൽ ചേരില്ല, ദേശീയ വിദ്യാഭ്യാസ നയം വേണ്ട എന്നൊക്കെ പറയുന്നത്. പക്ഷെ പിണറായിന്റെ പേരക്കുട്ടി പഠിക്കുന്നത് ദേശീയ വിദ്യാഭ്യാസ നയം അംഗീകരിച്ച ഈ PM ശ്രീ പദ്ധതിയിൽ അംഗമായ ഈ സ്കൂളിലാണ്, CBSE സ്കൂളിലാണ് പിണറായിയുടെ പേരക്കുട്ടി പഠിക്കുന്നത്. പിണറായിയുടെ മാത്രമാണോ? എല്ലാ നേതാക്കന്മാരായ സഖാക്കളുടെ കുട്ടികൾ മുഴുവൻ പഠിക്കുന്നത് ഇമാതിരി അൺഎയ്ഡഡ് സ്കൂളുകളിലും CBSE സ്കൂളുകളിലാണ്. ഈ തല്ലുകൊള്ളുന്ന, ഈ ഇഷ്ടികയായിട്ട് പോകുന്ന കുറെ സാധനങ്ങൾ ഉണ്ടല്ലോ. അതായത് എന്താ പറയാ, തരികിടയായ വീണയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ED അന്വേഷിക്കാൻ വരുമ്പോൾ EDനെ കുത്താൻ വേണ്ടിയിട്ട് പോകുന്ന ഈ ഊളകളായ ഈ സാധാരണ ഈ അന്തംഗമികളുണ്ടല്ലോ, അവരാണ് അവരുടെ കുട്ടികളെ ഈ സർക്കാർ സ്കൂളിൽ ചേർത്തുന്നത്. അപ്പൊ ഈ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മളെ കണ്ണ് തുറപ്പിക്കേണ്ട ഒരു സാധനമാണ്. കാരണം നമ്മുടെ പൊതുവിദ്യാഭ്യാസം എത്രമാത്രം അപകടകരമായ അവസ്ഥയിലാണ്. അങ്ങനെ തന്നെയാണ് പറയേണ്ടത്. ഇത് വളരെ അപകടകരമായ അവസ്ഥയിലാണ് എന്ന് പറഞ്ഞാൽ വിശ്വസിച്ച് കുട്ടികളെ അങ്ങോട്ടേക്ക് പറഞ്ഞേക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സ്കൂളിൽ വെച്ചിട്ടാണല്ലോ ഒരു കുട്ടിക്ക് ഷോക്കേറ്റ് മരിക്കുന്നത്, ഒരു കുട്ടി പാമ്പ് കടിയേറ്റ് മരിക്കുന്നത്, ഇങ്ങനെ എത്ര സംഭവങ്ങൾ. അപ്പൊ ഇത്
അവസാനം എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ സർക്കാർ സ്കൂളുകളിൽ അന്യ സംസ്ഥാന തൊഴിലാളികൾ പഠിക്കുന്ന സ്കൂളായി മാറും. ഇവർക്കും അത്യാവശ്യം പൈസയും കാശൊക്കെ കിട്ടുമ്പോൾ ഇവരും ഈ സ്കൂളുകൾ കൈവിടും, എന്നിട്ട് അവരും CBSE സ്കൂളിൽ ചേർക്കും. അതാണ് ഇപ്പൊ തൽക്കാലം ഇവർക്ക് വേറെ മാർഗമൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഈ സർക്കാർ സ്കൂളിൽ ചേർത്തുന്നത്. അപ്പൊ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പം കേരള കൗമുദി എന്താ പറയാ ഒരു കൗമുദി സ്പെഷ്യൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇതിന്റെ ഒരു ഭാഷയും ഇതിന്റെ അവതരണവും ഒക്കെ ഒരു കൗതുക ഒരു സ്റ്റോറി എന്നുള്ള രീതിയിലാണ് പെട്ടത്. ഒരു സ്കൂളിൽ മുഴുവനും അന്യഭാഷ തൊഴിലാളികളുടെ അന്യ സംസ്ഥാന തൊഴിലാളികളുടെ മക്കളാണല്ലോ പഠിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെ ഇത് സംഭവിക്കുന്നു, എന്താണ് ഇതിന്റെ പിന്നിൽ എന്നുള്ളത് ഗൗരവപൂർവ്വം ആലോചിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം പുതിയ വിദ്യാഭ്യാസ മന്ത്രിയാണ് ഷംസുദ്ദീൻ അത്യാവശ്യം കാര്യബോധമുള്ള വിദ്യാഭ്യാസത്തെക്കുറിച്ച് അറിയാവുന്ന ഒരു മന്ത്രി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഷംസുദ്ദീൻ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സർക്കാർ സ്കൂളുകളിൽ ഏറ്റവും മികച്ച കെട്ടിടങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതല്ല. ഇപ്പം മുഖ്യമന്ത്രിയുടെ മനുമാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ പാലങ്ങൾ പെയിന്റ് അടിച്ച പോലെ സർക്കാർ സ്കൂളുകളിൽ പെയിന്റ് അടിക്കലല്ല പ്രശ്നം. സർക്കാർ സ്കൂളുകൾ പെയിന്റ് അടിക്കലല്ല പ്രശ്നം, അല്ലെങ്കിൽ അവിടുത്തെ കെട്ടിടങ്ങളല്ല പ്രശ്നം എന്ന് പറയുമ്പോൾ ഇന്ന് വേറൊരു സ്കൂൾ കെട്ടിടം തകർന്നു വീണിട്ടുണ്ട് കേട്ടോ ഇന്നലെ. എന്ന് പറഞ്ഞാൽ സുരക്ഷിതത്വം വേണം എന്ന് വിചാരിച്ചിട്ട് ശിവൻകുട്ടി പറയുന്ന പോലെ ഫൈവ് സ്റ്റാർ ഹോട്ടലിന്റെ ഈ പളപളപ്പൊന്നും ഗവൺമെന്റ് സ്കൂളിൽ വേണമെന്നില്ല. പക്ഷേ അവിടെ കുട്ടികളെ നല്ല രീതിയിൽ പഠിപ്പിക്കണം. അവിടേക്ക് കുട്ടികളെ പറഞ്ഞു വിടുന്ന രക്ഷിതാക്കൾക്ക് ഒരു സമാധാനം കിട്ടണം. തങ്ങളുടെ കുട്ടികൾ അവരുടെ സ്വഭാവം, അവരുടെ പെരുമാറ്റം, അവരുടെ എന്താ പറയാ ഭാവിയിലേക്കുള്ള അവരുടെ പ്രതീക്ഷകൾ ഇതൊക്കെ സഫലമാകുന്ന രീതിയിലുള്ള ഒരു സ്കൂളായിരിക്കണം അത്. അതല്ലാതെ കുട്ടികളെ സമരം ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുക, ബസ്സിന് കല്ലെറിയാൻ വേണ്ടി പ്രേരിപ്പിക്കുക, ഇടി വരുമ്പം ഇടീനെ മറ്റേ കട്ടയോണ്ട് ഇടിക്കാൻ വേണ്ടി, ഇതൊന്നും അല്ല കുട്ടികളെ പഠിപ്പിക്കേണ്ടത് അവർക്ക് അവരുടേതായ. കാരണം ഇവരുടെ മക്കള് നേതാക്കന്മാരുടെ മക്കളൊക്കെ എങ്ങനെയാണല്ലോ. ഇതിന്റെ അങ്ങേപ്പുറമൊന്നും പറയാനില്ല. പിണറായി വിജയന്റെ പേരക്കുട്ടി പഠിക്കുന്നത് ഏത് വിദ്യാഭ്യാസ പദ്ധതിയെയാണോ പിണറായി വിജയൻ എതിർത്തുകൊണ്ട് സംസാരിക്കുന്നത്, അതേ വിദ്യാഭ്യാസ പദ്ധതി നിലവിലുള്ള CBSE സ്കൂളിൽ പിണറായി വിജയൻ പേരക്കുട്ടിയെ പഠിപ്പിക്കുന്നത്. ഇതിന് അങ്ങേപ്പുറമുള്ള ഈ കാപട്യം വേറെ ഉണ്ടോ? ഇതിന്റെ അപ്പുറം എനിക്കൊന്നും പറയാനില്ല. നിങ്ങളുടെ ഒരു സ്വയം ബുദ്ധി കൊണ്ടൊന്ന് ആലോചിച്ച് നോക്കുക, എങ്ങനെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത്, എങ്ങനെ നമുക്ക് പരിഹരിക്കാം. ഇത് ഒറ്റ ദിവസം കൊണ്ടോ ഒരു വർഷം കൊണ്ടൊന്നും ചിലപ്പോൾ പരിഹരിക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ നമ്മൾ പരിഹരിച്ചേ തീരൂ. കാരണം കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ വളരെ പാരമ്പര്യമുള്ള, അല്ലെങ്കിൽ ആ രീതിയിലുള്ള മഹത്തായ ഒരു വിദ്യാഭ്യാസ പാരമ്പര്യമുള്ള സംസ്ഥാനമാണ് കേരളം. പക്ഷേ ഇത് ഈ അധ്യാപകരുടെ സംഘടനാ പ്രവർത്തനം ഒരുപാട് ഘടകങ്ങളുണ്ട്. എങ്ങനെ കുത്തഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അധ്യാപകർക്ക് പഠിപ്പിക്കാനല്ല, സർക്കാർ സ്കൂളുകളിലെ അധ്യാപകർക്ക് പഠിപ്പിക്കാനല്ല നേരം. അവർക്ക് താല്പര്യം മറ്റൊരുപാട് സംഘടനാ പ്രവർത്തനങ്ങളാണ്. അതൊക്കെ കഴിഞ്ഞ സമയമുണ്ടെങ്കിൽ മാത്രം കുട്ടികളെ പഠിപ്പിച്ചാലും പഠിപ്പിച്ചില്ലെങ്കിലും ശമ്പളം കിട്ടുമല്ലോ എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാർ. വേറൊന്നെന്ന് പറഞ്ഞാൽ കുട്ടികളെ പഠിപ്പിച്ചാലും പഠിപ്പിച്ചില്ലെങ്കിലും 100% വിജയമാണ്. അതാണ് വേറൊന്ന്. കുട്ടികളെ നിങ്ങൾ പഠിപ്പിക്കേണ്ട, പക്ഷെ അവര് 99.99% വിജയിപ്പിക്കുക. അവസാനം തീർന്നില്ലേ? എന്നിട്ട് പറയോ ഭയങ്കര ലോകത്തിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്, അല്ലെങ്കിൽ വിദ്യാഭ്യാസ പദ്ധതിയാണ്, പൊതുവിദ്യാഭ്യാസ സംവിധാനമാണ് കേരളത്തിൽ എന്നൊക്കെ പറയാം. അപ്പൊ അതൊക്കെ കണ്ണു തുറപ്പിക്കുന്ന ഒരു വാർത്തയാണ്. കോഴിക്കോട് പാളയം ചിന്താവളപ്പിലെ 100 നൂറ്റാണ്ട് പിന്നിട്ട ബൈരായിക്കുളം ഗവൺമെന്റ് LP സ്കൂളിലെ കാഴ്ചയായിരുന്നു ഇത് എന്ന രീതിയിലാണ് സജീവൻ ഇത് അവതരിപ്പിക്കുന്നത്. 4ാം ക്ലാസ് വരെ ആകെ 34 കുട്ടികൾ, അതിൽ മലയാളികൾ 3 പേർ, ബാക്കിയെല്ലാം ബംഗാൾ, ഉത്തർപ്രദേശ്, ബീഹാർ അതിഥി തൊഴിലാളികളുടെ മക്കൾ. അടച്ചുപൂട്ടലിന്റെ പക്കത്തെത്തിയ സ്കൂളിനെ നിലനിർത്താനുള്ള അധ്യാപകരുടെ കൂട്ടയത്നമാണ് പിന്നീട്. അധ്യാപകർക്ക് കുട്ടികളെ പഠിപ്പിക്കാനുള്ള അവർക്ക് ശമ്പളം കിട്ടണം. അവർക്ക് ശമ്പളം കിട്ടാൻ വേണ്ടിയിട്ട് ഡിവിഷൻ പോകരുത്, സ്കൂൾ പൂട്ടി പോകരുത്. അതുകൊണ്ട് കൈ കിട്ടുന്ന കുറെ കുട്ടികളെ പിടിച്ചുകൊണ്ടുവരികയാണ് സ്കൂളിലേക്ക്. ഈ കുട്ടികളുടെ ഭാവി എന്താണെന്ന് എന്താ പറയാ ദൈവത്തിന് അറിയാം അല്ലേ. ഇനി മറ്റൊന്ന്, അതിന്റെ കൂടെ ഒരു ബോക്സ് സ്റ്റോറി ഉണ്ട്. ഹിന്ദി പഠിച്ചു, മെനു മാറ്റി എന്ന് പറഞ്ഞാൽ ഈ കുട്ടികൾക്ക് ബംഗാളിലെ അല്ലെങ്കിൽ ഉത്തർപ്രദേശിലെ ഒക്കെ ആഹാരങ്ങളാണ് ഇവർ കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇതിന്റെ അങ്ങേപ്പുറം എന്താ പറയാനുള്ളത്? കുട്ടികളെ പഠിപ്പിക്കാൻ 4 അധ്യാപകരും ഹിന്ദി പഠിച്ചു. ഈ കുട്ടികളെ ഇവരുടെ വർത്താനം പറഞ്ഞിട്ടില്ലേ, ഇവർക്ക് മലയാളം അറിയാത്ത കുട്ടികളല്ലേ. എന്നിട്ട് ഇവരെ അധ്യാപകരുമായി ട്യൂഷൻ എടുക്കുകയാണ്. അധ്യാപകരെ ട്യൂഷൻ എടുക്കല്ല, ട്യൂഷന് പോകാണ് അധ്യാപകർ, ഹിന്ദി ട്യൂഷന്. അങ്ങനെ ഹിന്ദി ട്യൂഷന് പോയിട്ട് ഹിന്ദി പഠിച്ചിട്ട് വേണം ഈ അധ്യാപകർ കുട്ടികളോട് സംസാരിക്കാൻ, കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ. ഇവർക്കുള്ള ഭക്ഷണം സാധാരണ ഈ മറ്റു സ്കൂളുകളിലെ കുട്ടികൾ കൊടുക്കുന്ന ഭക്ഷണമല്ല, ഇവർക്ക് പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സ്റ്റൈലുള്ള ഭക്ഷണമൊക്കെയാണ് അത്ര കൊടുക്കുന്നത്. എന്താ സ്ഥിതി അല്ലേ?
ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.